മലപ്പുറം സ്ഫോടനവുമായി ബന്ധപ്പെട്ട 3 പേർ അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് NIA ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, കൊല്ലത്തെയും മലപ്പുറത്തെയും സ്ഫോടനം ഇവരുടെ കൈകളിൽ നിന്നാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ NIA നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് അറസ്റ്റിലായവരുടെ വിവരങ്ങൾ? അജിംഷാദ്, മലപ്പുറം, കൊല്ലം കളക്ടറേറ്റുകളിലടക്കം രാജ്യത്ത് 5 ഇടങ്ങളിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു സംഘമാണ് പിടിയിലായിരിക്കുന്നത്. അവർ 3 പേർ ആണ് പിടിയിലായത്. 3 പേരെയും മധുരയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ 3 പേരും മധുര സ്വദേശികളുമാണ്. അബ്ദുൽ കരീം, അയ്യൂബ്, അബ്ബാസ് അലി എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർക്കൊപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. അവരും മധുര സ്വദേശികളാണ്. ദാവൂദ്, ഹക്കീം, സുലൈമാൻ. ഈ 3 പേർക്ക് വേണ്ടിയുള്ള, അവർ ഓടി രക്ഷപ്പെട്ടു. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി NIAയും തമിഴ്നാട് പോലീസിന്റെയും നേതൃത്വത്തിൽ മധുരയിലും സമീപ പ്രദേശങ്ങളിലും ഇപ്പം നടന്നു വരികയാണ്. NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ 2 സ്ഫോടനങ്ങൾ കേരളത്തിൽ നടത്തിയത് കൂടാതെ നെല്ലൂർ, മൈസൂർ, ചിറ്റൂർ എന്നിവിടങ്ങളിലെ കോടതി വളപ്പുകളിലും ഇവർ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ചെന്നൈയിലെ NIA യൂണിറ്റും കൊച്ചിയിലെ NIA യൂണിറ്റും സംയുക്തമായിരുന്നു അന്വേഷിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും NIA അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഇവർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് സൂചന ലഭിക്കുകയും ഇവരെ മധുരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത്. NIA സംഘം എത്തുന്നത് അറിഞ്ഞാണ് 3 പേർ രക്ഷപ്പെട്ടത്. അവർക്കായുള്ള തെരച്ചിൽ NIA നടത്തി വരുന്നു. ഈ 5 സ്ഫോടനങ്ങൾ കൂടാതെ രാജ്യത്തെ പ്രമുഖ നേതാക്കളെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും അതിനുവേണ്ടി ഭീഷണി സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തടക്കം ഇവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് വിതരണം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ രാജ്യത്താകമാനം സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്ന, വളരെ ഗുരുതരമായ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന ഒരു സംഘമാണ് വലയിലായിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. NIA അന്വേഷിക്കുന്നത് ഇവർ ഈ 5 സ്ഫോടനങ്ങൾ കൂടാതെ മറ്റെവിടെയെങ്കിലും സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടോ, മാത്രമല്ല ഈ പ്രധാനമന്ത്രി അടക്കമുള്ള രാജ്യത്തെ പ്രമുഖ നേതാക്കളെ വധിക്കും എന്ന ഭീഷണി സന്ദേശം അയച്ചതിൽ അത് ഭീഷണി സന്ദേശം മാത്രമാണോ, അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും പ്ലാനിങ് ഇവർ നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് NIA ഇവരെ ചോദ്യം ചെയ്യുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ആദ്യം മൈസൂരിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഏതായാലും ഇവരുടെ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമായിരിക്കും. അജിംഷാദ്. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം, കൊല്ലം സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട 3 പേരാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും NIA ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. വിശദാംശങ്ങളാണ് സാലി.